ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം ചെറിയ ചില അസ്വാരസ്യങ്ങളോ ചില ഭാഗ്യക്കേടുകളോ ഉണ്ടാകുമെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ അവർക്ക് അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭ്യമാകുന്നു. അതല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുകയും തങ്ങളുടെ കഴിവ് നല്ലവണ്ണം പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉറപ്പാകുന്നു. യാത്ര ചില ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു ദിവസമാണ് ആഴ്ചയുടെ ഏതാണ്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരെ. ആഴ്ചയുടെ അവസാനം വരെയും ഗുണകരമായിട്ട് കാണുന്നു. പൊതുവെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹവും ഭക്തിയും ഉണ്ടാകുന്നതുകൊണ്ട് തീർത്ഥാടനങ്ങളിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്മയും കുടുംബവുമൊക്കെ ഒത്ത് ചെറിയ ചില സുഖവാസ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങുന്ന സ്ഥലത്തേക്കോ യാത്ര തിരിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരാഴ്ചയാണിത്. പൊതുവേ സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയവുമെല്ലാം കാണുന്നു. എന്നാൽ കാൽമുട്ട് ഭാഗങ്ങളിൽ നേരിയ തോതിലുള്ള അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നഖങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന അസുഖം മൂർച്ഛിക്കുകയോ അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനോ സാധ്യത. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20, 21 ഇവർക്ക് തികച്ചും നല്ല ദിവസങ്ങളാണ്.